കേരളത്തിൽ LDF അധികാരത്തിലെത്തുമെന്ന് സെന്റർ ഫോർ ഇലക്ടറൽ സ്റ്റഡീസ് പോസ്റ്റ് പോൾ സർവേ. LDF 78 മുതൽ 88 വരെ സീറ്റും UDFന് 52 മുതൽ 62 സീറ്റുകൾ വരെയെന്നും പ്രവചനം. മലബാറിലും തെക്കൻ കേരളത്തിലും LDFന് വൻ മുന്നേറ്റമുണ്ടാകുമെന്നും സർവേ പറയുന്നു. BJP അക്കൗണ്ട് തുറക്കാനിടയില്ലെന്നും 0 മുതൽ 3 വരെയാണ് സാധ്യതയെന്നും സർവേ പറയുന്നു. സെൻട്രൽ ഫോർ ഇലക്ടറൽ സ്റ്റഡീസ് നടത്തിയ പോസ്റ്റ് പോൾ സർവേയിലാണ് സംസ്ഥാനത്ത് LDF അധികാരത്തിൽ വരുമെന്ന് കണ്ടെത്തിയത്. LDFന് 78 മുതൽ 88 വരെ സീറ്റുകളാണ് ലഭിക്കുക. UDFന് 52 മുതൽ 62 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ ഫലം പറയുന്നു. BJP ഇത്തവണയും അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല. 0 മുതൽ 3 സീറ്റ് വരെയാണ് സർവേ പ്രവചിക്കുന്നത്. 42.9% പേർ LDFന് വോട്ട് ചെയ്യുമ്പോൾ UDFനെ പിന്തുണയ്ക്കുന്നത് 40.4% പേരാണ്. 14.4% വോട്ടാണ് BJPക്ക് ലഭിക്കുക. മലബാറിലും തെക്കൻ കേരളത്തിലും LDF മികച്ച വിജയം കൈവരിക്കും. എന്നാൽ മധ്യ കേരളത്തിൽ UDFന് തന്നെയാണ് മേൽക്കൈ. മലബാറിൽ LDFന് 36 മുതൽ 39 വരെ സീറ്റുകളാണ് ലഭിക്കുക. UDFന് 21 മുതൽ 24 വരെയും BJPക്ക് ലഭിക്കാൻ സാധ്യത 0 മുതൽ 1 സീറ്റ് വരെയാകാം. മലബാറിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്നും സർവേ പ്രവചിക്കുന്നു. മധ്യ കേരളത്തിൽ UDFന് 20 മുതൽ 23 വരെ സീറ്റുകൾ പ്രവചിക്കുമ്പോൾ LDFന് ലഭിക്കുക 18 മുതൽ 21 വരെ സീറ്റുകളാണ്. മധ്യ കേരളത്തിൽ BJPക്ക് സീറ്റുകൾ ലഭിക്കില്ല. തെക്കൻ കേരളത്തിൽ LDF മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുക. LDF 24 മുതൽ 28 വരെ സീറ്റുകൾ നേടുമ്പോൾ UDFന് ലഭിക്കുക 11 മുതൽ 15 വരെ സീറ്റുകൾ മാത്രം. BJPക്ക് 0 മുതൽ 2 വരെ സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത്. ക്രിസ്ത്യൻ ഹിന്ദു ന്യൂനപക്ഷ വോട്ടുകളിൽ ഭൂരിപക്ഷവും UDFനോടൊപ്പമാണ്. മുസ്ലിം വോട്ടുകളിൽ 54.4% വോട്ട് UDFന് ലഭിക്കുമ്പോൾ LDFന് ലഭിക്കുക 42.5% വോട്ടുകളാണ്. ക്രിസ്ത്യൻ വോട്ടുകളിൽ 60.2% UDFനോടൊപ്പം നിൽക്കുമ്പോൾ LDFനെ പിന്തുണയ്ക്കുന്നത് 33.4% പേരാണ്. എന്നാൽ ഹിന്ദു വോട്ടുകളിൽ 46% പേർ LDFനോടൊപ്പമാണ്. BJPയോടൊപ്പം 26.2%വും UDFനോടൊപ്പം 25.5% പേരുമാണുള്ളത്. കോൺഗ്രസിന് ലഭിക്കുന്നതിനേക്കാൾ ഭൂരിപക്ഷം ഹിന്ദു വോട്ടുകൾ BJPക്കാണ് ലഭിക്കുക. വിവിധ പ്രായപരിധിയിലുള്ള വോട്ടർമാരിലും LDFനാണ് മേൽക്കൈ. യുവാക്കളിൽ LDFന് വൻ പിന്തുണയാണ് സെൻട്രൽ ഫോർ ഇലക്ടറൽ സ്റ്റഡീസിന്റെ പോസ്റ്റ് പോൾ സർവേ പ്രവചിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. വോട്ട് പെട്ടിയിലായതോടെ മുന്നണികൾ കണക്കുകൂട്ടലുകളിലും കിഴിക്കലുകളിലുമാണ്. മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതും നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും നെഞ്ചിടിപ്പ് ഏറ്റുകയാണ്. ഫലം പുറത്തുവരാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ LDFും UDFും BJPയും കണക്കുകൂട്ടലുകളിലാണ്. മികച്ച പോളിംഗ് ആർക്ക് ഗുണകരമാകും, ആർക്ക് ദോഷകരമാകും എന്ന ചർച്ചകൾ സജീവം. പോളിംഗ് കൂടിയാൽ വിജയം UDFനെന്നും കുറഞ്ഞാൽ LDFനെന്നുമുള്ള പഴയ വാദം ഇന്ന് ആരും കണക്കിലെടുക്കുന്നില്ല. 2011 തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ഉണ്ടായപ്പോൾ വിജയം UDFന് 75.12 അന്ന് പോളിംഗ്. നേരിയ ഭൂരിപക്ഷത്തിനാണ് UDF വിജയിച്ചു കയറിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് 77.83%. എന്നാൽ വിജയം LDFന്. പോളിംഗ് ശതമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടലുകളിൽ കഴമ്പില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ മിക്കവയും LDFന് മികച്ച വിജയം പ്രവചിക്കുകയാണ്. UDFന് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നും പ്രമുഖർ പലരും കടപുഴകുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ ചൂടുപിടിച്ചും ചർച്ചകൾ സജീവം. സംസ്ഥാനത്ത് സർക്കാരിനെതിരായ വികാരം ശക്തമായിരുന്നുവെന്നും അത് വോട്ടായി മാറിയെന്നുമാണ് LDF നേതാക്കളുടെ കണക്കുകൂട്ടൽ. എക്സിറ്റ് പോളുകളും അത് ശരിവെക്കുകയാണ്. എന്നാൽ UDF ആകട്ടെ 72 മുതൽ 76 വരെ സീറ്റുകളിൽ വിജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ്. ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ നിരത്തിയാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എങ്കിലും പല നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നത് തോൽവിയാണ്. BJP അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നതും സജീവ ചർച്ചാ വിഷയം. മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിലെ വോട്ടുകൾ കൂട്ടിയും കിഴിച്ചും താമര വിരിയുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ചില എക്സിറ്റ് പോൾ ഫലങ്ങളും BJP അക്കൗണ്ട് തുറക്കുമെന്ന് സൂചന നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉദ്വേഗത്തിന്റെയും കൂട്ടിക്കിഴക്കലിന്റെയും ഒരു ദിനം പിന്നിടുമ്പോൾ തലസ്ഥാന ജില്ലയിൽ എല്ലാ മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4% വർധനവാണ് തലസ്ഥാന ജില്ലയിൽ ഉണ്ടായത്. ഈ അധിക വർധന തങ്ങളെ പിന്തുണയ്ക്കുമെന്ന് 3 പ്രധാന മുന്നണികളും കരുതുന്നു. വോട്ട് മെഷീനിലായതിനു ശേഷം കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും ഒരു നീണ്ട പകൽ അസ്തമിച്ചു. രാഷ്ട്രീയ ഗുണിതത്തിന്റെ രസക്കൂട്ടുകൾ ചേരുംപടി ചേർന്നോ എന്ന ആശങ്ക മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒരേപോലെയുണ്ട്. ഗുണിച്ചും ഹരിച്ചും വട്ടമെത്തിക്കാനുള്ള പെടാപ്പാടിലാണ് രാഷ്ട്രീയ കക്ഷികൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തേക്കാൾ മണ്ഡലം കമ്മിറ്റികൾ പറഞ്ഞ കണക്കിന്റെ കരുത്താണ് ഇടതുമുന്നണിക്ക്. തിരുവനന്തപുരം ജില്ലയിൽ വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് മുൻ മന്ത്രി M. വിജയകുമാർ പറയുന്നു. 987 റിസൾട്ട് അതിൻ്റെ ഒരു ആവർത്തനമായിരിക്കും. പലതുകൊണ്ടും സാമ്യമുണ്ട് 987 ഈ ട്രിവാൻഡ്രത്ത് 14 അസംബ്ലി മണ്ഡലങ്ങളിൽ 13ലും വിജയിച്ചു.
LDF 87 ഏകദേശം സമാനമായ, അതിനേക്കാൾ അതിൻ്റെ മറ്റ് കാര്യങ്ങളിൽ മാറ്റമുണ്ട്. 987 ആവർത്തിക്കും. 14 സീറ്റിലും പ്രതീക്ഷയുണ്ട്. 10-ലധികം സീറ്റ് ഉറപ്പിക്കാം. കനത്ത തോൽവി പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ സൃഷ്ടിച്ച അന്ധാളിപ്പിലാണ് UDF ക്യാമ്പ്. UDFന് തോൽവി പ്രവചിച്ച രാഷ്ട്രീയ ജ്യോത്സ്യന്മാർക്ക് 19 രാവിലെ കണക്ക് തെറ്റുമെന്നാണ് വീക്ഷണം റെസിഡൻഷ്യൽ എഡിറ്റർ അജിത് കുമാർ പറയുന്നത്. അല്ല, 14-ൽ നമ്മുടെ ചില സർവേകളൊക്കെ കേവലം 2 സീറ്റുകളാണ് UDFനായിട്ട് കനിഞ്ഞ് അനുവദിച്ചു തന്നിരിക്കുന്നത്. അത് ശരിയായിരിക്കില്ല എന്നുള്ളത് നമുക്ക് 19-ാം തീയതി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാകും. അങ്ങനെയുള്ള വലിയൊരു പരിക്ക് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനോ UDFനോ ഉണ്ടാകില്ല. ഇരു മുന്നണികളുടെയും കണക്ക് തെറ്റിക്കാൻ കഴിയാവുന്നവരാണ് തങ്ങളെന്ന കാര്യത്തിൽ BJP സംസ്ഥാന അധ്യക്ഷന് രണ്ടഭിപ്രായമില്ല. താമര വിരിയുക തന്നെ ചെയ്യുമെന്ന് കുമ്മനം തറപ്പിച്ചു പറയുന്നു. BJP അടങ്ങുന്ന NDAക്ക് നല്ല പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. BJPക്കെതിരെ NDAക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള പ്രചരണം നടത്തി. ഒരു കാരണവശാലും നിയമസഭയിൽ തൊടിയിക്കില്ല, കയറാൻ അനുവദിക്കില്ല, അക്കൗണ്ട് തുറക്കില്ല. 2 കൂട്ടരും ഒരേ കാര്യം പറയും. അപ്പം 2 കൂട്ടരും കൂടെ ഒരേ ആളിനെ കുത്തിക്കീറി വലിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ 2 കൂട്ടരും കൂടെ തീരുമാനിച്ചിരിക്കുകയാണ് BJP തോൽപ്പിക്കാൻ. തിരുവനന്തപുരം ജില്ലയിൽ ഭൂരിപക്ഷം നേടാനായാൽ ഭരണം പിടിക്കാൻ കഴിയുമെന്നിരിക്കെ ജില്ലയുടെ ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. ചിലരുടെയൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഈ കാണുന്ന ചുവരിനപ്പുറം ഉറങ്ങിക്കിടക്കുന്നത്. ചിലരുടെയൊക്കെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള പ്രഹരശേഷി അവയ്ക്കുണ്ട്. വിധി എന്താണെന്നറിയാൻ ഇനി കേവലം ഒരു ദിനം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സ്വപ്നങ്ങൾക്ക് കാവൽ നിൽക്കുന്ന അർദ്ധസൈനികർക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ കുമാറിനൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. കൊല്ലം ജില്ലയിലെ മികച്ച പോളിംഗിൽ പ്രതീക്ഷ അർപ്പിച്ച ഇരുമുന്നണികളും 11 സീറ്റിലും വിജയപ്രതീക്ഷയിലാണ് LDF. എന്നാൽ 4-ൽ കൂടുതൽ സീറ്റിൽ ജയിക്കുമെന്ന് UDFും പ്രതീക്ഷിക്കുന്നു. പള്ളി, ഇരവിപുരം, കുണ്ടറ, ചവറ എന്നീ 4 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകില്ലെന്ന് ഇരുമുന്നണികളും അവകാശപ്പെടുമ്പോൾ പുതിയ വോട്ടർമാരിലാണ് ഇവരുടെ പ്രതീക്ഷ. നിലവിലെ സ്ഥിതിയിൽ നിന്ന് ഇടതുപക്ഷം മുന്നേറുമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ പറഞ്ഞു. 11 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ജയിച്ചു വരാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചും വളരെ അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നതായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ 11 സീറ്റാണുള്ളത്. കഴിഞ്ഞ തവണ 9 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരു ജില്ലയാണ്. ആ 9 സീറ്റ് കിട്ടിയതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവുമാണ് കാണുന്നത്. കൃത്യമായി ജനവികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നത്. ജനവികാരം അനുസരിച്ചിട്ട് 11 സീറ്റ് കിട്ടും. എന്നാൽ കൈപ്പത്തിയുടെ MLA ഇക്കുറി ജില്ലയിൽ നിന്നുണ്ടാകുമെന്ന് TCC പ്രസിഡന്റ് കൊടിക്കുന്ന് സുരേഷ് അവകാശപ്പെട്ടു. ഞങ്ങൾക്ക് ബഹുഭൂരിപക്ഷ സീറ്റുകളിലും വിജയപ്രതീക്ഷയുണ്ട്. അതിന് കാരണം സ്ഥാനാർത്ഥികളുടെ മികവ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മാത്രമല്ല UDFൽ അനൈക്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനമായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇത്തവണ ഭൂരിപക്ഷ സീറ്റുകളിൽ ജില്ലയിൽ ജയിക്കുമെന്നുള്ളതാണ്. കൊട്ടാരക്കര, പുനലൂർ, കുന്നത്തൂർ എന്നീ LDF മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനായെന്ന് UDF പറയുന്നു. ചാത്തന്നൂർ മണ്ഡലത്തിൽ മുന്നേറ്റമുണ്ടാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് BJP. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശക്തമായ മത്സരം നടന്ന പത്തനംതിട്ട ജില്ലയിൽ കടുത്ത ആത്മവിശ്വാസത്തിലാണ് ഇരുമുന്നണികളും. 2 പുതുമുഖങ്ങൾ മത്സരിക്കുന്ന ആറന്മുളയിലും കോന്നിയിലും സിറ്റിംഗ് MLAമാരെ പരാജയപ്പെടുത്തി ജില്ലയിലെ 5 മണ്ഡലങ്ങളും വിജയിക്കുമെന്ന് ഇടതുപക്ഷം പറയുമ്പോൾ ജില്ലയിൽ സമ്പൂർണ്ണ വിജയം തന്നെയാണ് UDFും അവകാശപ്പെടുന്നത്. ആറന്മുള, കോന്നി, തിരുവല്ല, റാന്നി, അടൂർ എന്നീ 5 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വം കൂട്ടിക്കിഴക്കലുകളുടെ മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോകുന്നത്. 5 സിറ്റിംഗ് MLAമാരും മത്സരിച്ച ജില്ലയിൽ പരാജയം MLAമാരെ മാത്രമല്ല അവർ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിക്കും വലിയ തിരിച്ചടിയായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 പുതുമുഖങ്ങൾ ഇടതുപക്ഷത്തു നിന്നും മത്സരരംഗത്തെത്തിയത് ആറന്മുളയിലും കോന്നിയിലുമാണ്. 2 പേരും പ്രചാരണ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തിരുന്നു. 2 പേർക്കും അട്ടിമറി വിജയം നേടാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ജില്ലയിലെ LDF നേതൃത്വം. മറ്റു മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLAമാരുടെ ഭൂരിപക്ഷം ചിലപ്പോൾ കുറയ്ക്കാൻ സാധിച്ചാലും അട്ടിമറി നടക്കാനുള്ള സാധ്യത കുറവാണ്. നിലവിൽ 3 സീറ്റ് LDFും 2 സീറ്റ് UDFുമാണ് കൈവശം വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ഇരു മുന്നണികളും സമ്പൂർണ്ണ വിജയമാണ് അവകാശപ്പെടുന്നതും. ബിജേഷ് നടുവിൽ, പത്തനംതിട്ട. കോട്ടയത്തെ ഉയർന്ന പോളിംഗ് ശതമാന നിരക്കിൽ വിജയപ്രതീക്ഷകൾ പങ്കുവച്ച മുന്നണികൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്നും വൻമരങ്ങൾ കടപുഴകുമെന്നും LDF വിലയിരുത്തൽ. ജില്ലയിലെ എല്ലാ സീറ്റുകളും തൂത്തുവാരുമെന്ന് UDF. വോട്ടുകൾ സ്വന്തം പെട്ടിയിൽ വീണിട്ടുണ്ടോ എന്ന ആകാംക്ഷയിൽ BJPയും BDJSും.
2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ ആകെയുള്ള 9 സീറ്റിൽ 7 UDFും 2 LDFനുമായിരുന്നു വിജയം. എന്നാൽ 5 വർഷം പിന്നിട്ട് 2016 എത്തിയപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരവും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും റബ്ബർ വില തകർച്ചയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പിളർപ്പും ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഉദയവുമൊക്കെയായിരുന്നു ജില്ലയിൽ പ്രധാന ചർച്ചയായത്. മുൻകാലത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം ഇക്കുറി 77.42 ഉയർന്നത് പല അട്ടിമറികളും ജില്ലയിലുണ്ടായേക്കാം എന്നതിന്റെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. 2011 വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് മികച്ച വിജയമായിരിക്കും LDF നേടുകയെന്ന് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ പറഞ്ഞു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അന്ന് കിട്ടിയ നമ്പർ ഓഫ് വോട്ടിനേക്കാൾ വർധനവുണ്ടാവും, സീറ്റിലും വർധനവുണ്ടാവും. വൻമരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടാവും ഈ ജില്ലയിൽ. അതേസമയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വികസനത്തിലുള്ള അംഗീകാരം കോട്ടയത്തു നിന്ന് ലഭിക്കുമെന്നും UDF വിജയം സുനിശ്ചിതമാണെന്നും KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS സലീം പറഞ്ഞു. 9 നിയമസഭാ മണ്ഡലങ്ങൾ കോട്ടയം ജില്ലയുടെ ചരിത്രത്തിലാദ്യമായി UDF നേടാൻ പോകുന്നു. NDA മുന്നണിയുടെ ഭാഗമായി BJPയും BDJSും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. ഇവർ കോൺഗ്രസുമായും കേരള കോൺഗ്രസുമായും ചില കുറുമുന്നണി ബന്ധങ്ങളും ധാരണകളും ഉണ്ടാക്കിയിരുന്നതായി ആക്ഷേപമുണ്ട്. അതിനാൽ BJPയുടെയും BDJSന്റെയും വോട്ടുകൾ ഏകീകരിക്കാൻ NDA മുന്നണിക്ക് സാധിച്ചു എന്നതാണ് കോട്ടയം ജില്ല ഉറ്റുനോക്കുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. അവസാനവട്ട കണക്കുകൂട്ടലുകൾ പൂർത്തിയാകുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇരുമുന്നണികളും പ്രതീക്ഷയിലാണ്. മുഴുവൻ മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യം പുലർത്തുമെന്ന് LDF പ്രതീക്ഷിക്കുമ്പോൾ പകുതിയിലേറെ സീറ്റുകൾ നേടി ചരിത്രം കുറിക്കുമെന്ന് UDFും കണക്കുകൂട്ടുന്നു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ല ശ്രദ്ധേയമായത്. അവസാനവട്ട കണക്കുകൂട്ടലുകളിൽ ഇരുമുന്നണികൾക്കും ജില്ലയിൽ പ്രതീക്ഷകളേറെയാണ്. കോഴിക്കോട് ജില്ലയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 2 മാസത്തിലേറെ നീണ്ടുനിന്ന ആവേശകരമായ പ്രചാരണങ്ങൾക്കും തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കുമെല്ലാം ശേഷം വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് ആവേശത്തോടെ എത്തിയത് ഇരുമുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നു. സർക്കാരിന്റെ അഴിമതിക്കും വികസന വിരുദ്ധ നയങ്ങൾക്കും വർഗീയതക്കുമെല്ലാമെതിരായി നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ ഫലം കണ്ടെന്നാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ നേടിയ 10 സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യത്തോടെ വിജയിക്കുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. UDFന്റെ സിറ്റിംഗ് സീറ്റുകളായ കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിലും LDFന് സമാനതകളില്ലാത്ത മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. അതിനാൽ ഈ സീറ്റുകളിലും വിജയത്തിൽ കുറഞ്ഞതൊന്നും LDF പ്രതീക്ഷിക്കുന്നില്ല. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ. നിലവിലുള്ളതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് UDFന്റെ കയ്യിലുള്ള സീറ്റുകളിലേക്കുള്ള ഒരു കടന്നുകയറ്റം ഇടതുപക്ഷ മുന്നണി നടത്തും. മൊത്തത്തിൽ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും അഭിപ്രായ സർവേയിലും എല്ലാം പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ആ പൊതുമുന്നേറ്റത്തിൽ അഭിമാനകരമായ പങ്കുവഹിക്കുന്ന ജില്ലയായിരിക്കും കോഴിക്കോട് ജില്ല. എന്നാൽ ആദ്യഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി UDFന് പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് UDF ക്യാമ്പിന്റെ വാദം. അതുകൊണ്ട് തന്നെ നിലവിലുള്ള 3 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതോടൊപ്പം LDFന്റെ 4-5 സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നും UDF പ്രതീക്ഷിക്കുന്നു. കുറ്റ്യാടി, പേരാമ്പ്ര, വടകര, കൊയിലാണ്ടി, കുന്നമംഗലം മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും ജില്ലയിൽ പകുതിയിലേറെ സീറ്റുകൾ നേടി ഏറ്റവും മികച്ച വിജയം UDFന് നേടാൻ കഴിയുമെന്നും DCC പ്രസിഡന്റ് KC അബു പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ UDF LDFനേക്കാൾ കൂടുതൽ സീറ്റ് നേടും. കഴിഞ്ഞ തവണ ഞങ്ങൾക്കുണ്ടായിരുന്നത് വെറും 3 സീറ്റാണ് 13-ൽ. ഇത്തവണ LDFനേക്കാൾ കൂടുതൽ സീറ്റ് നേടും എന്ന് പറയുമ്പോൾ 7 സീറ്റ് UDFനുണ്ടാകും. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്തെത്തിക്കാൻ കഴിഞ്ഞതിനാൽ പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP BDJS സഖ്യം. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.